നമസ്കാരം. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ നിന്നുള്ള ഏറ്റവും വലിയ വാർത്തകളിലൊന്നാണ് പുറത്തുവരുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് 10 മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് 114 റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള കരാർ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏകദേശം 2 ലക്ഷം കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ഈ കരാർ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ ഇടപാടായി മാറും. ഇന്ത്യൻ വ്യോമസേന നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി യുദ്ധവിമാന സ്ക്വാഡ്രണുകളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവാണ്. മിഗ് വിമാനങ്ങൾ വിരമിക്കുന്നതോടെ ഉണ്ടാകുന്ന ഈ വിടവ് നികത്താൻ ഏറ്റവും വേഗതയുള്ളതും അത്യാധുനികവുമായ ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ്. 2016 വാങ്ങിയ 36 റഫാലുകളുടെ മികച്ച പ്രകടനവും അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള സൈനിക നീക്കങ്ങളിൽ റഫാൽ കാഴ്ചവെച്ച അസാമാന്യ കൃത്യതയുമാണ് ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ. ഈ ഇടപാടിനെ മുൻപത്തെ റഫാൽ കരാറുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയമാണ്. ഡസോൾട്ട് ഏവിയേഷൻ എന്ന ഫ്രഞ്ച് കമ്പനി ഇന്ത്യൻ സ്ഥാപനങ്ങളുമായി ചേർന്ന ഈ വിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും. വിമാനത്തിൻ്റെ 60% ഭാഗങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നേരത്തെ വാങ്ങിയവയേക്കാൾ ആധുനികമായ റഫാൽ F4, F5 സ്റ്റാൻഡേർഡിലുള്ള യുദ്ധവിമാനങ്ങളായിരിക്കും ഇവ. ഇത് ശത്രുക്കളുടെ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെപ്പോലും അതിവേഗം കണ്ടെത്താൻ സഹായിക്കും. വിമാനത്തിൻ്റെ ബോഡി നിർമ്മാണത്തിനായി ടാറ്റയുമായി ചേർന്ന് ഹൈദരാബാദിൽ വലിയൊരു ഫാക്ടറി ഇതിനകം തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇത് രാജ്യത്ത് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അടുത്ത മാസം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യ സന്ദർശിക്കാനിരിക്കുകയാണ്. ഈ സന്ദർശനവേളയിൽ ഈ മെഗാ കരാറിൽ നിർണായകമായ ഒപ്പുവെക്കലുകൾ ഉണ്ടായേക്കും എന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ നൽകുന്ന സൂചന. നാവികസേനയ്ക്കായി 26 റഫാൽ വിമാനങ്ങൾ വാങ്ങാൻ ഇതിനകം തീരുമാനമായതിന് പിന്നാലെയാണ് വ്യോമസേനയുടെ ഈ വമ്പൻ നീക്കം. ചൈന പാകിസ്ഥാൻ അതിർത്തികളിൽ വെല്ലുവിളികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ 114 പുതിയ റഫേൽ വിമാനങ്ങൾ എത്തുന്നതോടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ശക്തമായ വ്യോമസേനയായി ഇന്ത്യ മാറും. അതിർത്തി കടക്കാതെ തന്നെ ശത്രു ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള മീറ്റിയോർ മിസൈലുകൾ വഹിക്കാനുള്ള ശേഷി റഫാലിനെ അജയ്യനാക്കുന്നു. ചുരുക്കത്തിൽ പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത നേടുന്നതിനൊപ്പം ആകാശത്ത് ഇന്ത്യയുടെ മേധാവിത്വം ഉറപ്പിക്കാനും ഈ 114 റഫേൽ യുദ്ധവിമാനങ്ങൾ സഹായിക്കും. വരും വർഷങ്ങളിൽ ഇന്ത്യൻ ആകാശം കൂടുതൽ സുരക്ഷിതമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.